നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും കൂടെ ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട മാതാവിൻ്റെ ധന്യജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ടുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ പ്രത്യാശയോടെ യാത്ര അയക്കുന്നു. ഈ അവസരത്തിൽ അനുശോചനം അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിന് അവസരമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ആശ്വാസത്തിനായിട്ടും അതുപോലെ നമ്മുടെ പ്രത്യാശയുടെ പ്രഖ്യാപനമായിട്ടും ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് ശ്രീ KM ഫിലിപ്പ് സാറ് അനുശോചനം അറിയിക്കുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലിരിക്കുന്ന പേഴുങ്കാട്ടിൽ ഭവനത്തിലെ കുടുംബ അംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മിൽ നിന്ന് വേർപെട്ട പ്രിയപ്പെട്ട മാതാവിൻ്റെ കുടുംബവുമായി ബന്ധത്തിലിരിക്കുന്ന മറ്റ് സ്നേഹിതർ, ഈ ഇടവകയിലെ പ്രിയപ്പെട്ട ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വികാരി ജോൺ തോമസ് അച്ഛൻ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽ വന്നു. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ട് ആ ഒരു അനുഭവം ഇവിടെ തന്നെ കണ്ട ഒരു നല്ല ഉദാഹരണമായിരുന്നു ഇത് എന്നത്രേ നമ്മുടെ വികാരി അച്ഛൻ ജോൺ തോമസ് അച്ഛൻ സൂചിപ്പിച്ചത്. നിശ്ചയമായിട്ടും ഈ ദൈവദാസിയുടെ, ഈ മാതാവിൻ്റെ വേർപാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതകാലത്ത് ആയിരുന്ന സാഹചര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കും. സമൂഹത്തിന് നല്ല പ്രകാശം പരത്തി ജീവിക്കുക, അതാണ് ആഗ്രഹിക്കത്തക്കത്. അത് ഈ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമായിരുന്നു. പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. 1982 ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട ജോർജായൻ്റെ മരണം. അതിനുശേഷം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി, തുടർന്ന് വളർത്തി ഓരോരോ സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായ ചുമതല ഏതാണ്ടൊരു 70-75 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ നാട്ടിലെ സാഹചര്യം അറിയാവുന്ന എല്ലാവർക്കും അതറിയാം. ചെറിയ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല. അവർ ഇന്നത്തെ സാഹചര്യമേ താരതമ്യപ്പെടുത്തത്തുള്ളൂ. നിശ്ചയമായിട്ടും കുടുംബത്തിലെ മൂത്ത ആളിന് എന്തെങ്കിലും ഒരു ജോലി ഏർപ്പെടുത്തിയിട്ട്, ഒന്നുകിൽ കൃഷിയായിരിക്കാം, അല്ലെങ്കിൽ വ്യവസായമായിരിക്കാം, അങ്ങനെ ഏർപ്പെടുത്തിയിട്ട് കുടുംബത്തെ പരിരക്ഷിക്കാനുള്ള ചുമതല ആ മൂത്ത ആളിനോട് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അത്രേ പേഴുങ്കാട്ടിലെ ഈ ഭവനത്തിലും കണ്ടത്. അച്ചായനെ ഒരു പ്രൊവിഷൻ സ്റ്റോർ നടത്തിക്കൊണ്ട് ഇരുന്നു. ആ രീതിയിൽ, നല്ല രീതിയിൽ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി, അത് ഞങ്ങൾക്കൊക്കെ ബാല്യത്തിൽ നല്ലതുപോലെ അറിയാവുന്നതാണ്. ഞങ്ങളൊക്കെ മുതിർന്നപ്പോൾ അച്ചായന് നമ്മുടെ ഇടവകയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിൽ ഒരു നല്ല സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒക്കെ പ്രവർത്തിച്ചത് ഞാൻ നല്ലതുപോലെ ഓർക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് മക്കളെയൊക്കെ ഓരോരോ സ്ഥാനങ്ങളിൽ ആക്കി അതിനുവേണ്ടി യത്നിച്ചു. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇടവകയായിട്ടൊക്കെ മറ്റ് സേവനങ്ങളൊക്കെ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്.
ഉദാഹരണം പറഞ്ഞാൽ ഈ ഇടവക തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സഹായകരമായിട്ട് ചില സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം പല കുഞ്ഞുങ്ങൾക്ക് സാങ്കേതികമായിട്ട് പഠിച്ച് ജോലിയൊക്കെ ലഭിച്ച് നല്ല സ്ഥാനങ്ങളിലെത്താനായിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഭവനം. ആ മക്കൾക്കൊക്കെ അതിന് കൈത്താങ്ങൽ കൊടുത്ത് ആലോചനകൾ പറഞ്ഞു കൊടുത്തത് ഈ ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്ന് വേർപെട്ട ഈ മാതാവാണ്. നിശ്ചയമായിട്ടും അവർക്ക് കുടുംബമായിട്ട് അതിൽ സന്തോഷിക്കാം. അനേകർക്ക് അങ്ങനെ സേവനങ്ങൾ ചെയ്യാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ നാം ആരെയെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാനായിട്ട് നിർത്തുകയാണെങ്കിൽ അവർ ജോലി ചെയ്യുന്നു, അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നു, ആ രീതിയിലേ നാം ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഈ ഭവനത്തിൽ ഒരു കുടുംബത്തെ തന്നെ താമസിപ്പിച്ചിട്ട് കുടുംബാംഗങ്ങളെപ്പോലെ അവരെ പരിഗണിച്ച് അവരുടെ ശുശ്രൂഷ ഈ പ്രിയപ്പെട്ട മാതാവിനും കുടുംബാംഗങ്ങൾക്കും ലഭിച്ചു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തിയ ഒരു കുടുംബം, ഒരു മാതാവ്. പല കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പ്രായാധിക്യത്തിലും ക്ഷീണതയിലും എത്തിയപ്പോൾ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ചെല്ലുന്ന ആളുകൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമല്ലോ. സങ്കീർത്തനം വേദപുസ്തക ഭാഗങ്ങൾ വായിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുമായിരുന്നു. ആ വായിക്കുമ്പോൾ അവരോട് ചേർന്ന സങ്കീർത്തന ഭാഗങ്ങൾ ചൊല്ലുന്ന ഒരു രീതിയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഭവനത്തിൽ വെച്ച് സൂചിപ്പിച്ചതുപോലെ അനേകം പ്രാവശ്യം വേദപുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. നിശ്ചയമായിട്ടും അതൊരു അനുഗ്രഹകരമായ കാര്യമായിരുന്നു. മറ്റുള്ളവരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കാനും അവരോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനും ഈ ബഹുമാന്യ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നു. കുടുംബ ബന്ധങ്ങൾ, അയൽബന്ധങ്ങൾ, നാട്ടിലെ മറ്റുള്ള ആളുകളെയൊക്കെ തിരിച്ചറിയുന്ന പ്രായാധിക്യത്തിലും അങ്ങനെ അറിയുന്ന ആ ബന്ധങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കുന്ന ഒരു രീതിയും ഈ പ്രിയപ്പെട്ട മാതാവിനുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഭവനം. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അനുഭവം റേഡിയേറ്റ് ചെയ്തിരുന്ന, പ്രതിഫലിപ്പിച്ചിരുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ സ്വർഗത്തിൻ്റെ ഒരു അനുഭവം ഈ ഭവനത്തിൽ കാണുന്നു എന്ന് പറഞ്ഞത്. നിശ്ചയമായിട്ടും ഇടവകയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സേവികാസംഘമൊക്കെ നിശ്ചയമായിട്ടും അനുശോചനം അറിയിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിവിടുത്തെ രീതിയാണല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയപ്പെട്ട ദാസിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവന അംഗങ്ങൾ, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് 6 പേർ, അവരുടെ വളർച്ചയിലൊക്കെ എത്രമാത്രം താല്പര്യത്തോടുകൂടി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും, നാട്ടിലെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അവരുടെയൊക്കെ സ്നേഹ പരിചരണങ്ങൾ ലഭിക്കാൻ ഈ മാതാവിനെ ഇടയായി. സന്തോഷത്തോടുകൂടി അവരെ പ്രിയ മാതാവിനെ യാത്ര അയക്കുന്നതിൽ മക്കൾക്കൊക്കെ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ നിങ്ങൾ ഈ സന്തോഷിക്കുന്ന ഒരു അവസരമാകണം ഇത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സർവേശ്വരൻ ആശ്വാസം നൽകി, സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഇടവക പങ്കുചേരുന്നു. ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ഉമ്മൻ ശരിയാന അവറുകൾ ഇപ്പോഴേ റീത്ത് ഇടവകയെ പ്രതിനിധീകരിച്ച് ദുഃഖസൂചകമായുള്ള റീത്ത് സമർപ്പിക്കുന്നതാണ്. ഇടവകയിലെ സേവികാ സംഘത്തെ പ്രതിനിധീകരിച്ച് സേവികാ സംഘം സെക്രട്ടറി അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ, KJ സോമേലച്ഛൻ, അമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, ഇടവക ജനങ്ങൾ, കൂടി വന്നിരിക്കുന്ന ഏവരുമേ, നിങ്ങൾക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഈ ഇടവകയിലെ തന്നെ ആയതുകൊണ്ട് എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് അമ്മച്ചിയെ അറിയാം. അതുമാത്രമല്ല, അമ്മച്ചിയുടെ ഇളയ മകൾ IC എൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമൊക്കെയാണ്. ബഥേൽ സേവ്യാസംഘത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നതിനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. 50 വർഷം മുൻപ് ആധുനിക ജീവിത സാഹചര്യങ്ങൾ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് നമ്മുടെ അമ്മച്ചിമാർ. എന്നാൽ പള്ളിയോടും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള അവരുടെ ആത്മാർത്ഥതയ്ക്ക് അതൊന്നും തടസ്സമായിരുന്നില്ല. താഴം ഭാഗത്തു നിന്നും കുന്നത്ത് ഭാഗത്തു നിന്നും അമ്പലക്കടവ് ഭാഗത്തു നിന്നും നടന്ന് ഉത്സാഹത്തോടെ വരുന്ന ഒരു കൂട്ടം അമ്മച്ചിമാർ എൻ്റെ ഓർമ്മയിലുണ്ട്. അതിലൊരാളാണ് ഈ അമ്മച്ചിയും. നമ്മുടെ ഈ അമ്മച്ചിമാർ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ നന്മ നമ്മൾ ഉൾപ്പെടുന്ന തലമുറ ഇന്ന് ധാരാളമായി അനുഭവിക്കുന്നു.
പള്ളിയിൽ വരുന്നതിൽ മാത്രമല്ല, സേവികാസംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മച്ചി പങ്കെടുത്തിട്ടുണ്ട്. സന്ദർശനത്തിന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പറയുകയും ഞങ്ങളെ സൽക്കരിക്കുകയും സംഭാവന തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. മക്കളെയെല്ലാം നന്നായി വളർത്തി അവരുടെ നന്മ കാണുക മാത്രമല്ല, അവരോടൊപ്പം വിദേശത്ത് അനേക വർഷങ്ങൾ കഴിയുകയും ചെയ്തു. വീണ്ടും സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന് 4-5 വർഷം മക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു. പ്രായമായ മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ പെരുമാറണം, തിരിച്ച് പ്രായമായ മക്കളോട് മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉത്തമ മാതൃക ഈ കുടുംബം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളായ നമുക്കറിയാം, നമ്മുടെ സ്വന്തം ദേശം ഇത്തരയല്ല. കർത്താവ് ഒരുക്കുന്ന ഒരു രാജ്യവും നിത്യഭവനവും നമുക്കുണ്ട്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം അവിടേക്ക് വിളിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ആ വിളി നാമും കേൾക്കും. അവിടേക്ക് കടന്നു പോകുവാൻ നമുക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ബഥേൽ സേവ്യാസംഘത്തിന്റെ അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ താഴെഭാഗ സെക്രട്ടറി ശ്രീമതി റോസമ്മ ജോസ് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ശവസംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗം ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കത്രേ. അവിടെ ഇരുന്നാൽ മതി. എവൻഗേലിയൻ വായിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇപ്പോൾ അവിടെ ഇരുന്നാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധർഹായിക്കും സ്തുതി. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകട്ടെ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കും പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞോട് ചേരുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും എനിക്ക് ഞങ്ങൾ കരയേറ്റും ഏതിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും അനുഗുണവും അപേക്ഷിക്കുന്നു. ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുത്ഥാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിനുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം എല്ലായ്പ്പോഴും സ്തുതിയും ബഹുമാനവും വന്ദനവും പുകഴ്ചയും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും നഗരേറ്റത്തിനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനുമായ ദയാലുവായ കർത്താവേ, നിന്റെ കൽപ്പനപ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന നിർമ്മത്തെ ചെലുത്തുകയും നിന്റെ വിശുദ്ധരോടുകൂടി വാസസ്ഥലങ്ങളിൽ നിന്റെ കൽപ്പന പ്രമാണിച്ച എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോട് ചേരുകയും മാലാഖമാരോട് വിളാനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കളേറെ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും
മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തോണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരം ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയമണവറയ്ക്ക് ഞങ്ങൾ അർഹരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെങ്ങുമേ ഒറ്റരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയവൻ പാപികളെ തേടി നടന്നു. ഞാതരവാൽ പാതെ നീടുവാൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുടെ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായിത്തീരുകയും ചെയ്യണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. തിരുവിഷ്ടം പോ മണ്ണാലിങ്ങി മെലഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയാർ പാപം ചെയ്തതിനാൽ എങ്ങനെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയെ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നത് ഞങ്ങൾ അലിവു നിറഞ്ഞോനെ ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നങ്ങൾ കൃപ തോന്നിയിടണമേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്തിൽ ഒരുങ്ങിയിരിക്കുന്നോർ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസ്യയാത്രയ്ക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഇതിന്റെ ദാസ്യയെക്കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ ദാസിയുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇതിന്റെ ദാസ്യം അവകാശിയാവുന്നുള്ള പ്രത്യാശയിന്മേൽ നിങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുൻപേ നിങ്ങൾക്ക് ഒരുക്കിയ രാജ്യം അവകാശം അനുഭവിച്ചുള്ള എന്നുള്ള സന്തോഷശബ്ദം കേൾപ്പാൻ നിങ്ങളെല്ലാവരും യോഗ്യരായിത്തീരുകയും ചെയ്യണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവ
ആകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കു തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ അനേരത്തിൽ ഞങ്ങളോട് കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതേനാകും. ദൈവത്തിനോ മഹത്വവും തൻസുതനും പരിശുദ്ധാരോഹൈക്കും സ്തുതിയും എന്നേക്കും. ആമീൻ ആമീൻ. ദൈവപുത്രൻ തന്റെ സൈന്യങ്ങളുടെ 1000 10,000 കൂടെ പരിശോധനയ്ക്ക് ന്യായവിധിക്കുമായി വരുന്നു. ന്യായവിധിയെ ഭയപ്പെടുത്തുവാൻ ആരുള്ളൂ? രാജാവും തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തന്റെ മുൻപാകെ ഒന്നിച്ചുകൂടുകയും സർവഭൂമിയുടെയും ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള സർവവംശങ്ങളുടെയും കാണപ്പെടുകയും ചെയ്യുന്നു. രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരുടെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്നേ ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുന്നു. ഇവിടെ ഇടത്ത് ഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു. തന്റെ മുൻപാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താവുമുള്ളവേ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വവും, മരിക്കുകയും ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രനെ വന്ദനവും പരിശുദ്ധരുവായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ഒരു രാജ്യമായ അവകാശമാക്കി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താവ് വിളിക്കും, ഞങ്ങൾ തുണയ്ക്കായി പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കും മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ ആരത്തിൽ നിന്നൊഴിവാനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാം. മറ്റർ ചിത്രം അനുതാപേ നീ വരുത്തിയിടണമേ. ആദാം നിന്റെ സകല സന്താനങ്ങൾ കർത്തവനുടെ തന്റെ കസായ എത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലിഹ പറയുന്നതിനെ കേൾപ്പേൻ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ നിന്നും, എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ
ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിസ്തേവനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവന നിശ്ചയം പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകായ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നമ്മളുടെ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ച സ്വർഗരാജ്യം തങ്ങളുടെ ദിവ്യഷ്ടലിയെടുത്ത് മണവാളനെയും മണവാട്ടി എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദിവ്യഷ്ടകളെടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദിവ്യഷ്ടകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവരുന്ന ആർപ്പുളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യഷ്ടകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദിവ്യഷ്ടകൾ കിട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീരെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരനോട് മണവറയിൽ പ്രവേശിച്ചു വാതിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകുമാരൻ വന്നു, കർത്താവേ കർത്താവേ നിങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവരുത്തരമായിട്ടവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴിക നിങ്ങളറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സർവ്വപരിശുദ്ധന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധരായി സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുനിൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ കുറിയലായിസോൻ. എല്ലാവർക്കും ഇരിക്കാം.
ശവസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ദേവാലയത്തിലെ ശുശ്രൂഷ ഇപ്പോൾ പൂർത്തിയായി. പ്രത്യേകമായിട്ട് ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ഇടവകയുടെ അനുശോചനം അറിയിക്കട്ടെ. ഈ ഇടവകയിലെ സജീവമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു കുടുംബമാണ്, നല്ല സാക്ഷ്യം നിർവഹിച്ചൊരു കുടുംബമാണ്. ആർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, ദുഃഖത്തിൽ അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മകൻ ശ്രീ ജോർജ് തോമസ് 2 വാക്ക് സംസാരിക്കുന്നത് അത്രേ. താങ്ക് യു അച്ഛൻ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, എന്നാൽ ഞാൻ പറയും എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, എൻ്റെ അമ്മയെ അധികം സ്നേഹിച്ചിരുന്ന അച്ഛന്മാരെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരുടെയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് കൂടെ വന്നു ചേരുന്നതിനും പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൂടെ വരുന്നതിനും എല്ലാം ഞങ്ങൾ നന്ദിയോട് നിങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇനിയുള്ള ബാക്കിയുള്ള ശുശ്രൂഷ നിങ്ങൾ നിൽക്കണമേ എന്ന് പറയുന്നു. രണ്ടച്ഛന്മാരും പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ നല്ലോണം നോക്കി അതായതാണ്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ സ്നേഹം ബന്ധവും സഹായമില്ലാതെ ഐ വാസ് നത്തിങ്, സീറോ, ബിഗ് സീറോ. ദേ ലവ്സ് മീ, സെയിം ടൈം ഐ ലവ് ദം ബാക്ക്. ദേ ആർ ലൈക്ക് മൈ കിഡ്സ്. ആഴ്ചയിൽ 3-4 പ്രാവശ്യം സഹോദരൻ എന്നെ വിളിക്കും. ഹൗ ഈസ് അമ്മ ഡൂയിങ് ദിസ് ആൻഡ് ദാറ്റ്. I let them know how they're doing. And അമ്മയെ മരിക്കുന്നതിൻ്റെ ഒരു 4 hours വരെയും ഞാൻ അമ്മയെ നോക്കുമായിരുന്നു. അമ്മ ഏകദേശം ഒരു 5:30 കർത്താവ് നിദ്ര ഭാവിക്കുന്നത്. 12:45 അമ്മയ്ക്ക് ദാഹിക്കുന്നു പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്ന് ജ്യൂസ് കൊടുത്തു, കയ്യിൽ കൊടുത്ത് അമ്മ കുടിച്ചു. മുമ്പ് ഉറങ്ങിക്കോളം പറഞ്ഞു. എനിക്കും പനിയെ കൊണ്ടാലും മരുന്ന് കുടിച്ച് ഉറക്കം വന്നു. 5:30 ആയപ്പോഴത്തെ ജോലിക്കാരി കൊച്ചു വന്ന് അടിച്ചു കഥ. അപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റിടുമ്പോൾ എൻ്റെ അമ്മ പോയി. ആ അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റിയതിൽ വലിയ ദുഃഖമുണ്ട്. Mama, we love you. We always love you. Bye, Mama. Thank you. ഇപ്പോൾ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരോടും അനുശോചനം അറിയിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലൂടെ കാണാനുള്ള പ്രത്യാശയോടെ യാത്ര അയക്കാം. Thank you.
വാഴ്ത്തും എന്നേക്കും സ്തോത്രം. ആമേൻ ആമേൻ. ദുഃഖം ഈ കാഴ്ച ദുഃഖം ചിന്തയിലേറ്റം എന്തൊരുവൻ സോദരരെ എന്തിങ്ങനെ മധ്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്ദ്രനിരോമേയാതെ ചീകരിച്ചിടുന്നു. മാനിച്ചവളെ മണ്ണിയെ കഴിക്കുന്നു. സ്നേഹിച്ചവളെ ശോരത്തോടടുക്കുന്നു. സ്നേഹിത ബന്ധുക്കൾ എല്ലാം ആകെ മുറിയിടുന്നു. ഒരിക്കലും പുഴുവിനും ഇരയാവാനയക്കുന്നു. നാഥാനിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് താരാധിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ സ്തുതിച്ചിടുവാൻ മക്കളെ ഫോൺ പോകല്ലേ പേഴ്സോ ഫോണൊക്കെ ഉണ്ടല്ലോ മറ്റേത് ജോണിച്ചാനോടെയാണ് നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്ക് പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരനെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ സങ്കടത്തോടും നെടുവേർപ്പും ഇരിക്കുമ്പോൾ ആത്മവിശ്വസതയിലായി. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കയറുവരുവേനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം ഞാൻ കേട്ടു. ദൂതന്മാരിലൊരുവൻ എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയെ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നതായി പടുന്നതുപോലെ ശുഭ്രമായ ജീവജല നദിയും നദിക്ക് അക്കരയും ഇക്കരയും ജീവവൃക്ഷവും അവൻ കാണിച്ചു തന്നു. വെള്ളസിംഹാസനത്തിൽ ഒരുത്തനിരിക്കുന്നതും മരിച്ചവർ ആ ബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. സകല ജാതികളിലും ഭാഷക്കാരിൽ നിന്നുള്ളതായി എണ്ണിക്കൂടാത്ത മഹാപുരുഷാരും വെള്ളവിലങ്കി ധരിച്ച് കയ്യിൽ ഒരു തോലയുമായി സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ അത്യുച്ചത്തിൽ വാർത്ത പറയുന്നതെന്നാൽ, രക്ഷ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ദാനമത്രേ. ഇനിയും മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളോ അത് ഞങ്ങളുടെ നേരെ നീ അടച്ചുകൊള്ളരുതേ.
നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും നീ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ സമൻകാലോ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിമശിയായ നിന്റെ കൃപയാലും ധാരാളമായി തന്നെയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് സാധാരണവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും കൃപയും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങൾ മേലും ബലവീനതയുള്ള വർഗത്തിന്മേലും ഒന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമാകുന്ന ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഒരുങ്ങി സമ്മതിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുകളുമുള്ള നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ ഇതിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷ ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ള അവസരമുണ്ട്. പെട്ടിയോട് പെട്ടിയെടുത്ത് മൂടുന്നു. പെട്ടിയടച്ചാട്ടെ.
രണ്ട് വശത്ത് ഈ രണ്ടുപേര് നിൽക്കണം. പെട്ടെന്ന് ഉയർത്തിക്ക്, ഒരുപാട് ഉയർത്തിച്ച് ഒരുപാട് തലയുടെ ഭാഗത്ത് വേദി കൂടുതലാണ്. തലയുടെ ഭാഗത്ത് വേദി കൂടുതലാണ്. കണ്ട് കാലിന്റെ ഭാഗം അയച്ചു കൊടുക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്